ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. സമയം രാവിലെ 11:30. ജസ്റ്റ് ഫോർ യു ഇന്നത്തെ വ്ലോഗ് തികച്ചും ബിഗ് ബോസിന്റെ ശബ്ദത്തിലാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പണിയും ചെറുപ്പമില്ലാത്ത 23 വയസ്സുള്ള ഒരു അവിവാഹിതനായ യുവാവിന്റെ ജീവിതത്തിലെ ഒരു സാധാരണ ദിവസമാണ് ജസ്റ്റ് ഫോർ യു എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. കണ്ടാൽ എക്സറേ എന്ന് തോന്നിപ്പിക്കുന്ന ഈ വെള്ള നിക്കറിട്ട പയ്യനാണ് എന്റെ ഏട്ടന്റെ മൂത്ത പുത്രൻ. എന്നാൽ ഈ മഞ്ഞ നിക്കറിട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഇവനാണ് എന്റെ ഏട്ടന്റെ ഇളയ പുത്രൻ. നട്ടുച്ച സമയത്ത് എഴുന്നേറ്റ് വന്നാൽ അടുക്കളയിൽ ഇതുപോലെ സ്വന്തം മാതാവിന്റെ അണ്ണാക്കിലിരിക്കുന്നതെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ കേൾക്കേണ്ടി വരും. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനാൽ ശ്രീ മാതാജി കാണാതെ ഒരു പീസ് ചിക്കൻ പീസ് എടുത്തു കഴിച്ചു. ഈ കട്ടെടുത്ത് കഴിക്കുന്നതെങ്ങാനും ശ്രീ മാതാജി കണ്ടാൽ ഈ ആഴ്ച തന്നെ പ്രധാന വാതിൽ വഴി പുറത്താക്കപ്പെടും. ഈ വീട്ടിൽ എന്തെങ്കിലും പണി ചെയ്ത് സഹായിച്ചില്ലെങ്കിൽ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഒരുമിച്ച് ഈ ആഴ്ചയിൽ വരാൻ പോകുന്ന എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ ഒരു തേങ്ങ പൊട്ടിച്ച് ചിരക്കി കൊടുത്തു. സമയം 12 മണി ആയതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം വീട്ടിലെ അംഗങ്ങൾ കഴിച്ചതിന്റെ ബാക്കിയുണ്ടെങ്കിൽ ഭാഗ്യമെന്ന് കരുതി അധികം പരാതി പറയാതെ വേഗം കഴിച്ച് സ്ഥലം കാലിയാക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വേഗം കുളിച്ച് മാറ്റിയൊരുങ്ങി അതിവേഗം പള്ളിയിൽ പോയി നിസ്കരിച്ച് ജസ്റ്റ് ഫോർ യു എന്ന ഈ പേജ് എത്രയും പെട്ടെന്ന് 100K ആവാൻ പ്രാർത്ഥിച്ച് വേഗം വീട്ടിലേക്ക് മടങ്ങി വന്നു. അതെ, എന്റെ ഉമ്മ ഉണ്ടാക്കിയ ഏറെ ശ്രേഷ്ഠമേറിയ ഏറെ സ്വാദുള്ള ശ്രീ മോഹൻലാലിന് പോലും പ്രിയപ്പെട്ട ചിക്കൻ ബിരിയാണി കഴിച്ചു. ഗംഭീര ബിരിയാണിയൊക്കെ കഴിച്ചതല്ലേ, ഇനി കുറച്ചു നേരം എന്റെ കൺഫഷൻ റൂമിൽ വിശ്രമം എടുക്കാം. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഫോർ യു എന്ന ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇപ്പോഴും ഈ അക്കൗണ്ട് ഫോളോ ചെയ്തില്ലേ? ഇനിയും ഫോളോ ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച ശ്രീ മോഹൻലാൽ വരുമ്പോൾ നിങ്ങളെ പ്രധാന വാതിൽ വഴി പുറത്താക്കപ്പെടും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യുക? എല്ലാവരും ദുആ ചെയ്യുക, ഫോളോ ചെയ്യുക.